ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹെൽത്ത് ഇൻസ്പെക്ടർ ക്രൂ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പാസ്ചറൈസേഷനെ കുറിച്ചിട്ടാണ്. നമ്മൾ ലിക്വിഡ് ഫോംസിലുള്ള ഫുഡ്സിലാണ് നമ്മൾ പാസ്ചറൈസേഷൻ ചെയ്യുന്നതെന്ന് നമുക്കറിയാം. ഇപ്പോൾ കൂടുതൽ നമ്മൾ എന്തിലാണ് കേട്ടിട്ടുള്ളത്? ജ്യൂസസ്, മിൽക്സ്, ഇതിലൊക്കെ ആയിരിക്കും കൂടുതലും പാസ്ചറൈസ് നമുക്ക് കേൾക്കാം. നമുക്കറിയാം, നമ്മൾ കൊമേഴ്ഷ്യൽ അവൈലബിൾ ആയിട്ടുള്ള മിൽക്കിൻ്റെ ഒക്കെ കവറിൽ പാസ്ചറൈസ്ഡ് മിൽക്ക് എന്നൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ഒരു മിൽക്കിൻ്റെ സേഫ്റ്റി ആൻഡ് അതിൻ്റെ കീപ്പിംഗ് ക്വാളിറ്റിയും നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഒരു മിൽക്കിൻ്റെ സേഫ്റ്റി ആൻഡ് കീപ്പിംഗ് ക്വാളിറ്റി എന്ന് പറയുന്നത് ആ മിൽക്കിൽ അടങ്ങിയിട്ടുള്ള മൈക്രോബിയൽ കണ്ടൻറ്റായിട്ട് ഡയറക്റ്റ്ലി ലിങ്ക്ഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഒരു സേഫ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം? ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള അനിമൽ ആയിരിക്കണം. നമ്മൾ മിൽക്കിംഗ് ചെയ്യുന്ന അനിമൽ എന്തായിരിക്കണം? ഹെൽത്തി ആയിരിക്കണം. രണ്ടാമത് എന്താണ്? മിൽക്കിംഗ് ഏരിയാസ് ക്ലീൻഡ് ആയിരിക്കണം. മിൽക്കിംഗ് ഏരിയാസ് എന്തായിരിക്കണം? ക്ലീൻഡ് ആയിരിക്കണം. മൂന്നാമത് എന്താണ്? നമ്മൾ യൂസ് ചെയ്യുന്ന വെസൽസ് എന്തായിരിക്കണം? സ്റ്റെറൈൽഡ് ആയിട്ടുള്ള വെസൽസ് ആയിരിക്കണം. പ്രോപ്പർലി കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് എന്താണ് വരുന്നത്? ബാക്ടീരിയോളജിക്കലി ഫ്രീ ആയിട്ടുള്ളൊരു വാട്ടർ സപ്ലൈ ഉണ്ടായിരിക്കണം. എന്താണ്? ബാക്ടീരിയോളജിക്കലി ഫ്രീ ആയിട്ടുള്ളൊരു വാട്ടർ സപ്ലൈ ഉണ്ടായിരിക്കണം. മിൽക്ക് ഹാൻഡ്ലേഴ്സ് എന്തായിരിക്കണം? കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഫ്രീ ആയിരിക്കണം. അതുപോലെ തന്നെ മിൽക്കിങ്ങിന് മുന്നായിട്ട് ഹാൻഡ് വാഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പ്രോപ്പർലി ഹാൻഡ് വാഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീൻസ് എങ്ങനെയായിരിക്കണം? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എഫിഷ്യൻ്റ് ആയിരിക്കണം. രണ്ടാമത്തെ എന്താണ്? ഹൈജീനിക് ആയിരിക്കണം. എന്താണ്? എഫിഷ്യൻ്റ് ആയിരിക്കണം, ഹൈജീനിക് ആയിരിക്കണം. പിന്നെ നമ്മൾ പാല് കറന്നെടുത്തതിന് ശേഷം എങ്ങനെയായിരിക്കണം? നമ്മൾ 10 ഡിഗ്രി സെൽഷ്യസിന് താഴെയുള്ള ടെമ്പറേച്ചറിൽ നമ്മൾ മിൽക്കിന് എന്ത് ചെയ്യണം? കൂൾ ചെയ്യണം. ഇത് എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്? ബാക്ടീരിയൽ ഗ്രോത്തിനെ റിട്ടാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ബാക്ടീരിയൽ ഗ്രോത്തിനെ റിട്ടാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലാസ്റ്റത്തെ പോയിൻ്റാണ് നമ്മളുടെ കണ്ടെയ്നേഴ്സും എക്യുപ്മെൻറ്റ്സും എന്തായിരിക്കണം? ക്ലീൻഡ് ആയിരിക്കണം. നമ്മുടെ കണ്ടെയ്നേഴ്സും എക്യുപ്മെൻറ്റ്സും എന്തായിരിക്കണം? ക്ലീൻഡ് ആയിരിക്കണം. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ടോപ്പിക്കാണ് ബോയിലിംഗ് ഓഫ് മിൽക്ക് എന്ന് പറയുന്നത്. ബോയിലിംഗ് ഓഫ് മിൽക്ക് എന്താണ്? ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡാണ്. പണ്ട് മുതലേ നമ്മൾ ചെയ്തു വരുന്ന ഒരു മെത്തേഡാണ് ബോയിലിംഗ് ഓഫ് മിൽക്ക് എന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതിന് കുറേ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജാണ് എന്ത്? അത് എല്ലാ ഓർഗാനിസത്തിനെയും, എല്ലാ മൈക്രോ ഓർഗാനിസത്തിനെയും ഡെസ്ട്രോയ് ചെയ്യും, അല്ലെങ്കിൽ കില്ല് ചെയ്യും. അതായത് മിൽക്കിൽ എന്തുണ്ട്? യൂസ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയാസ് ഉണ്ട്, അതുപോലെ തന്നെ ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയാസ് ഉണ്ട്. യൂസ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയാസ് പറയുമ്പോൾ ലാക്റ്റിക് ആസിഡ് പോലെയുള്ള ബാക്ടീരിയാസ്. ഇതിനെയും എന്ത് ചെയ്യും? ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയാസ് ഡെസ്ട്രോയ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ യൂസ്ഫുൾ ആയിട്ടുള്ളത് ഇവിടെ ഡെസ്ട്രോയ് ചെയ്ത് പോകും. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ന്യൂട്രിയൻ ലോസ് ഉണ്ടാവും. വിറ്റമിൻ സി, വിറ്റമിൻ ബി പോലെയുള്ള ന്യൂട്രിയൻസുകൾ എന്ത് സംഭവിക്കും? ലോസ് ആയിട്ട് പോകും. പിന്നെ നമുക്കറിയാം, പാലിൽ എന്തുണ്ട്? ലാക്ടോസ് ഉണ്ട്. അപ്പം നമ്മൾ ഈ പാല് ബോയിൽ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ലാക്ടോസ് ബേണിങ് സംഭവിക്കും. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മിൽക്കിന് എന്ത് ചെയ്യും? ഒരു കുക്കർ ടേസ്റ്റ് വരും. ലാക്ടോസ് ബേൺ ചെയ്യുന്നത് വഴി മിൽക്കിന് എന്ത് വരും? ഒരു കുക്കർ ടേസ്റ്റ് വരും. ഇതാണ് 3 ഡിസഡ്വാൻറ്റേജ്. ഇനി നാലാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്താണ്? മിൽക്കിലുള്ള പ്രോട്ടീൻസ് കോആഗുലേറ്റ് ചെയ്യും. എന്താണ് നാലാമത്തെ ഡിസഡ്വാൻറ്റേജ്? എന്താണ്? മിൽക്കിലുള്ള പ്രോട്ടീൻസ് കോആഗുലേറ്റ് ചെയ്യും. അഞ്ചാമത്തെ എന്താണ്? മിൽക്കിലുള്ള എൻസൈംസ് ഡെസ്ട്രോയ് ചെയ്ത് പോകും. ഒന്നാമത്തെ എന്താണ്? എല്ലാ ഓർഗാനിസത്തിനെയും, മൈക്രോ ഓർഗാനിസത്തിനെയും കില്ല് ചെയ്യും. രണ്ടാമത്തെ എന്താണ്? ന്യൂട്രിയൻസ് ലോസ് ഉണ്ടായിരിക്കും. മൂന്നാമത്തെ എന്താണ്? ഒരു കുക്കർ ടേസ്റ്റ് വരും. നാലാമത്തെ എന്ന് പറയുന്നത് പ്രോട്ടീൻ കോആഗുലേഷൻ സംഭവിക്കും. അഞ്ചാമത്തെ എന്ന് പറയുന്നത് എന്താണ്? എൻസൈംസ്, മിൽക്കിലുള്ള എൻസൈംസ് എന്ത് ചെയ്യും? ഡെസ്ട്രോയ് ചെയ്ത് പോകും. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മെത്തിലിൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റാണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മിൽക്കിൽ അടങ്ങിയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഡയറക്റ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് മെത്തിലിൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? 10 ml ഓഫ് മിൽക്കിലേക്ക് ഒരു ഡെഫിനിറ്റ് ക്വാണ്ടിറ്റി ഓഫ് മെത്തിലിൻ ബ്ലൂ നമ്മൾ ആഡ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? അതിനൊരു യൂണിഫോം ടെമ്പറേച്ചറിൽ, ഒരു 37 ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരു യൂണിഫോം ടെമ്പറേച്ചറിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ കീപ്പ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? മെല്ലെ മെല്ലെ ആ ബ്ലൂ കളർ ഡിസപ്പിയർ ആവാൻ തുടങ്ങും. ഈ ബ്ലൂ കളർ ഡിസപ്പിയർ ആവുന്നതിൻ്റെ റീസൺ എന്താ? ആ മിൽക്കിൽ അടങ്ങിയിട്ടുള്ള ബാക്ടീരിയൽ ആക്ടിവിറ്റി കൊണ്ടാണ്. അതാണ് രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. മിൽക്ക് ദാറ്റ് റിമെയിൻസ് ബ്ലൂ ദ ലോങ്സ്റ്റ് ഈസ് കൺസിഡർഡ് ദ ബെസ്റ്റ് ക്വാളിറ്റി. എന്നാണ് നമ്മൾ പറഞ്ഞു. ബാക്ടീരിയൽ ആക്ടിവിറ്റി കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ബ്ലൂ കളർ ഡിസപ്പിയർ ആവുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ബാക്ടീരിയൽ ആക്ടിവിറ്റി അവിടെ കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ബ്ലൂ കളർ ലോങ് ലാസ്റ്റ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? ആ മിൽക്ക് ബെസ്റ്റ് ക്വാളിറ്റി ഉള്ളൊരു മിൽക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താണ്? ബാക്ടീരിയൽ ആക്ടിവിറ്റി അവിടെ കുറവാണ്. അതുകൊണ്ടാണ് ബ്ലൂ കളർ അവിടെ റിമെയിൻ ചെയ്ത് നിന്നത്. അല്ലെങ്കിൽ
സ്ലോ ആയിട്ട് ഡിസപ്പിയർ ആയത് നമുക്ക് പറയാൻ പറ്റും. ഇനി ഈ ഡയറക്റ്റ് ബാക്ടീരിയൽ കൗണ്ട് മെത്തേഡിനെ കൺസിഡർ ചെയ്ത് നോക്കുമ്പം ഇതെന്താണ്, ഇച്ചിരൂടെ ടൈം ആൻഡ് മണി സേവിങ് ആണ്. അതുപോലെ തന്നെ ഹെവി കണ്ടാമിനേഷൻ്റെ കൺഫർമേഷൻ ടെസ്റ്റായിട്ടൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഈ മെത്തിലിൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ മെയിൻ ടോപ്പിക്ക്, പാസ്ചറൈസേഷൻ. പാസ്ചറൈസേഷൻ എന്ന് വെച്ചാൽ എന്താ, അതിൻ്റെ ഡെഫിനിഷൻ എന്താ, ദ മിൽക്ക് ഈസ് ഹീറ്റഡ് ടു എ സ്പെസിഫിക് ടെമ്പറേച്ചർ ഫോർ എ സ്പെസിഫിക് ടൈം and then cooled rapidly to destroy microorganisms, causing minimal change in composition, flavor and nutritive value. പാസ്ചറൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ മിൽക്കിനെ ഒരു സ്പെസിഫിക് ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുന്നു. എന്ത്, ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിൽ മിൽക്കിനെ ഒരു സ്പെസിഫിക് ടെമ്പറേച്ചറിൽ ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹീറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ റാപ്പിഡ്ലി കൂൾ ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും, മൈക്രോ ഓർഗാനിസംസ് ഡെസ്ട്രോയ് ആയി പോകും. ഒന്നുകൂടെ പറയാം, മിൽക്കിനെ നമ്മൾ ഒരു സ്പെസിഫിക് ടെമ്പറേച്ചറിൽ ഒരു സ്പെസിഫിക് ടൈമിൽ ഹീറ്റ് ചെയ്യുന്നു, എന്നിട്ട് നമ്മളതിനെ റാപ്പിഡ്ലി കൂൾ ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും, മൈക്രോ ഓർഗാനിസംസ് ഡെസ്ട്രോയ് ആയി പോകുന്നു. ഇത് ചെയ്യുന്നത് വഴി എന്താണ് നമുക്ക് ബെനിഫിറ്റ്സ് ഉള്ളത്, ഒന്നാമത്തേന്ന് പറയുന്നത് ബോയിലിങ്ങിനെ വെച്ച് നോക്കുമ്പം ഇതിലെന്താണ്, മിനിമൽ ചേഞ്ച് ഇൻ കോമ്പോസിഷൻ ആണുള്ളത്. അതുപോലെ തന്നെ ഫ്ലേവർ ആയാലും ന്യൂട്രിറ്റീവ് വാല്യൂ ആയാലും ഇതിലൊക്കെ വളരെ മിനിമൽ ആയിട്ടുള്ള ചേഞ്ചാണുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് ഇതിൻ്റെ ന്യൂട്രിറ്റീവ് വാല്യൂ ചേഞ്ചിനൊക്കെ ഒരു നെഗ്ലക്റ്റബിൾ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ പാസ്ചറൈസേഷൻ്റെ വേറെ പ്രത്യേകത എന്തൊക്കെയാണ്, അത് സിംപ്ലസ്റ്റ് ആണ്, ചീപ്പസ്റ്റ് ആണ്, സേഫസ്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. എന്താണ്, സിംപ്ലസ്റ്റ് ആണ്, സേഫസ്റ്റ് ആണ്, അതുപോലെ തന്നെ ചീപ്പസ്റ്റ് ആണ്. പക്ഷെ എന്താണ്, പാസ്ചറൈസേഷൻ മിൽക്ക് എന്താണ്, സ്റ്റിറൈൽഡ് അല്ല. പാസ്ചറൈസ്ഡ് മിൽക്ക് എന്താണ്, സ്റ്റിറൈൽഡ് അല്ല. നെക്സ്റ്റ് വരുന്നതാണ് പാസ്ചറൈസേഷനും ബോയിലിങ്ങും തമ്മിലുള്ളൊരു കമ്പാരിസൺ ആണ്. പാസ്ചറൈസേഷൻ വഴി ചെയ്യുമ്പം നമുക്ക് എന്താണ്, ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയാസ് മാത്രമേ അവിടെ ഡെസ്ട്രോയ് ആയി പോകുന്നുള്ളൂ. പക്ഷെ നമ്മൾ നേരത്തെ ബോയിലിങ്ങിൽ പഠിച്ചു എന്താണ്, എല്ലാ മൈക്രോ ഓർഗാനിസംസും അല്ലെങ്കിൽ എല്ലാ ഓർഗാനിസംസും എന്തായി പോകുന്നു പഠിച്ചു, ഡെസ്ട്രോയ് ആയി പോകുന്നു പഠിച്ചു. പക്ഷെ എന്താണ്, പാസ്ചറൈസേഷനിലേക്ക് വരും ഹാംഫുൾ ആയിട്ടുള്ളത് മാത്രമാണ് പോകുന്നത്. യൂസ്ഫുൾ ആയിട്ടുള്ള ലാക്റ്റിക് ആസിഡിന് അവിടെ എന്താണ്, പ്രിസർവിങ് ആണ് നടക്കുന്നത്. ന്യൂട്രിയൻസ് ആയാലോ, നമ്മൾ അതിലെന്ത് പഠിച്ചു, വിറ്റമിൻ സി ആൻഡ് ബി ഒക്കെ ഡെസ്ട്രോയ് ആയി പോകുന്നു പഠിച്ചു. പക്ഷേ പാസ്ചറൈസേഷനിലേക്ക് വരുമ്പോൾ എന്താണ്, വിറ്റമിൻസ് ഡെസ്ട്രോയ് ആയി പോകുന്നില്ല. പാസ്ചറൈസേഷനിലേക്ക് വരുമ്പോൾ എന്താണ്, വിറ്റമിൻസ് ഡെസ്ട്രോയ് ആയി പോകുന്നില്ല. ഇനി പ്രോട്ടീനും ഷുഗർ കണ്ടൻറ്റും എടുത്ത് നോക്കുകയാണെങ്കിലോ അവിടെയും ഒരു മിനിമൽ ചേഞ്ചാണ് ഉണ്ടാകുന്നുള്ളൂ പാസ്ചറൈസേഷൻ ചെയ്യുമ്പോൾ. ഇനി നെക്സ്റ്റ് വരുന്നതാണ് 3 മെത്തേഡ്സ് ഓഫ് പാസ്ചറൈസേഷൻ ആണ്. ഏതൊക്കെയാണ്, ഹോൾഡർ മെത്തേഡ് അല്ലെങ്കിൽ ബാച്ച് സിസ്റ്റം, രണ്ടാമത്തേന്ന് പറയുന്നതാണ് ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം അല്ലെങ്കിൽ കണ്ടിന്യൂസ് സിസ്റ്റം, നെക്സ്റ്റ് വരുന്നത് ലാസ്റ്റ് വരുന്നത് അൾട്രാ ഹൈ ടെമ്പറേച്ചർ മെത്തേഡ്. എന്നാണ് ഫസ്റ്റത്തെ ഹോൾഡർ മെത്തേഡ് അല്ലെങ്കിൽ ബാച്ച് സിസ്റ്റം, രണ്ടാമത്തേന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം മെത്തേഡ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് സിസ്റ്റം, മൂന്നാമത്തേന്ന് പറയുന്നത് അൾട്രാ ഹൈ ടെമ്പറേച്ചർ മെത്തേഡാണ്. ഹോൾഡർ മെത്തേഡ് അല്ലെങ്കിൽ ബാച്ച് സിസ്റ്റം എന്ന് പറയുമ്പം നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത്, 63 മുതൽ 66 വരെ ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റോളാണ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നത്. എത്രയാണ്, 63 മുതൽ 66 വരെ ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റോളാണ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നത്. എത്രയാണ്, 63 മുതൽ 66 വരെ ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റോളാണ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, 5 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മളതിനെ കൂൾ ചെയ്യുന്നത്. എത്രയാണ്, 5 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മളതിനെ കൂൾ ചെയ്യുന്നത്. ഇതെവിടെയാണ് കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നത്, സ്മോൾ കമ്മ്യൂണിറ്റീസിലാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. സിറ്റീസിലൊക്കെ ഇത് ഭയങ്കര കുറവാണ്. നെക്സ്റ്റ് ആണ് ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് മെത്തേഡ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഓരോ മെത്തേഡ് കഴിയുമ്പോഴും എന്താണ്, ടെമ്പറേച്ചർ കൂടി കൂടി വരികയും ടൈം കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് ചെയ്യുന്നത്. എന്താണ്, ടെമ്പറേച്ചർ കൂടി കൂടി വരികയും ടൈം കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും, ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, അവിടെ ടൈം കുറഞ്ഞു വരണം. ഇനി നെക്സ്റ്റ് എന്താണ്, ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം മെത്തേഡാണ്. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, ഇപ്പം നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചർ കൂടി കൂടി വരികയാണ്. ഇപ്പം 63 മുതൽ 66 വരെ ഡിഗ്രി സെൽഷ്യസ് എത്തി. ഇനി നെക്സ്റ്റ് മെത്തേഡിലേക്ക് വരുമ്പോൾ എന്താവും, അത് 72 ഡിഗ്രി സെൽഷ്യസ് ആവും. പക്ഷെ എന്താണ്, ടൈം 30 മിനിറ്റിൽ നിന്ന് എത്രയായി, 15 സെക്കൻഡ്സിലേക്ക് കുറഞ്ഞു വന്നു. 72 ഡിഗ്രി സെൽഷ്യസ് ആയി, ടൈം 15 സെക്കൻഡ്സ് ആയി. നമ്മളിതിനെ കൂൾ ചെയ്യുന്നത് എത്ര ഡിഗ്രിയിലാണ്,
4°C നമ്മളിതിനെ കൂൾ ചെയ്യുന്നത്. കൂൾ ചെയ്യുന്നവിടെയാണ് എത്ര ഡിഗ്രിയിലാണ്? 4°C. ഇത് നമ്മൾ കൂടുതലും ലാർജ് ക്വാണ്ടിറ്റി ഒക്കെ യൂസ് ചെയ്യുമ്പോഴാണ്, ലാർജ് ക്വാണ്ടിറ്റിയിലൊക്കെ നമ്മൾ പാസ്ചറൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന മെത്തേഡ് ഏതാണ്? ലാസ്റ്റ് മെത്തേഡ് അൾട്രാ ഹൈ ടെമ്പറേച്ചർ മെത്തേഡാണ്. ഇതെങ്ങനെയാണ്? ടെമ്പറേച്ചർ കൂടി വന്നു, ഇപ്പോൾ ടെമ്പറേച്ചർ അൾട്രാ ആയി. അപ്പം നമ്മൾ 72 ഡിഗ്രി ആയപ്പോഴേക്കും നമ്മൾ 15 സെക്കൻഡോളാണ് ഹീറ്റ് ചെയ്തത്. അപ്പം അൾട്രാ ഹൈ ടെമ്പറേച്ചർ വരുമ്പോഴോ നമ്മൾ ഫ്യൂ സെക്കൻഡ്സ് ഹീറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എത്ര °C? 125°C. എത്രയായിരിക്കും? 125°C. ഫ്യൂ സെക്കൻഡ്സോളാണ് നമ്മളിതിനെ ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ക്വിക്കിലി കൂൾ ചെയ്തിട്ട് നമ്മളതിനെ ബോട്ടിൽ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഒന്നുകൂടെ ഡിഗ്രീസ് പറയാം. ഹോൾഡർ മെത്തേഡ് എന്ന് പറയുമ്പം 63 മുതൽ 66 വരെ °C ആണ്. എത്ര മിനിറ്റിലാണ്? 30 മിനിറ്റ്സിലാണ്. ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് മെത്തേഡ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 72 °C ആണ്. എത്ര സെക്കൻഡ്സ് ആണ്? 15 സെക്കൻഡ്സ് ആണ്. അൾട്രാ ഹൈ ടെമ്പറേച്ചർ എന്ന് പറയുമ്പം എത്രയാണ്? 125°C. എത്ര സെക്കൻഡ്സ് ആണ്? ഫ്യൂ സെക്കൻഡ്സ് അല്ലേ? നെക്സ്റ്റ് നോക്കുന്നതാണ് എഫക്റ്റീവ്നെസ് ഓഫ് പാസ്ചറൈസേഷൻ. നമ്മൾ പറഞ്ഞു ഈ പാസ്ചറൈസേഷൻ എന്താ? മൈക്രോബ്സിനെ കില്ല് ചെയ്യും, ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത് പാസ്ചറൈസേഷൻ വഴി. അതിലൊരു 90% ഓഫ് ബാക്ടീരിയാസും എന്തായിട്ട് പോകും? ഡെസ്ട്രോയ് ചെയ്ത് പോകും, അല്ലെങ്കിൽ അത് കില്ല് ചെയ്ത് പോകും. അതിൽ തന്നെ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ട്യൂബർക്ലേ, ബേസിലസും, ക്യൂഫിയർ പോലുള്ള ഓർഗാനിസംസും എന്തായിട്ട് പോകും? ഡെസ്ട്രോയ് ചെയ്ത് പോകും. പക്ഷെ എന്താണ്? ചില ബാക്ടീരിയാസ് ഉണ്ട്, മോസ്റ്റ് ഓഫ് ദി ബാക്ടീരിയാസും എന്തായിട്ട് പോകും? കില്ല് ചെയ്ത് പോകും. പക്ഷെ എന്താണ്? തെർമോഡ്യൂറിക് ബാക്ടീരിയാസും അതുപോലെ തന്നെ ബാക്ടീരിയൽ സ്പോർസൊക്കെ ഡെസ്ട്രോയ് ചെയ്ത് പോകത്തില്ല. അതുപോലെ തന്നെ പോസ്റ്റ് പാസ്ചറൈസേഷൻ കെയർ ചെയ്യുക എന്നുള്ളത്, അതായത് പാസ്ചറൈസേഷന് ശേഷം റാപ്പിഡ്ലി തന്നെ അതിനെ കൂൾ ചെയ്യുക എന്നുള്ളത് എന്തിന് എസെൻഷ്യലാണ്? മൈക്രോബിയൽ ഗ്രോത്ത് റിട്ടാർഡ് ചെയ്യുന്നതിന് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് എന്തെന്ന് പറയുന്നത്? റാപ്പിഡ്ലി തന്നെ കൂൾ ചെയ്യുക എന്നുള്ളത്. ഇനി അത് സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? അതിൻ്റെ ഷെൽഫ് ലൈഫും ആ പാസ്ചറൈസ്ഡ് മിൽക്കിൻ്റെ ഇപ്പം സേഫ്റ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോൾഡ് കണ്ടീഷനിൽ വേണം നമ്മളതിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ബാക്ടീരിയൽ ഗ്രോത്ത് ഡിലേ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ബാക്ടീരിയൽ ഗ്രോത്ത് ഡിലേ ചെയ്യാൻ വേണ്ടിയിട്ട്. വാം ടെമ്പറേച്ചറിലായിരിക്കും എന്ത് സംഭവിക്കും? ബാക്ടീരിയാസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കൂടും. അപ്പം ബാക്ടീരിയൽ ഗ്രോത്ത് ഡിലേ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? കോൾഡ് ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യുക. ഇനി കീപ്പിംഗ് ക്വാളിറ്റി എങ്ങനെയായിരിക്കും പാസ്ചറൈസ് ചെയ്ത ഒരു പ്രൊഡക്റ്റിൻ്റെ? അത് 8 മുതൽ 12 മണിക്കൂർ വരെ ഒരു 18°C അതെന്തായിട്ട് നിൽക്കും? ഒരു നല്ല ക്വാളിറ്റിയിൽ അത് നിൽക്കും. പക്ഷെ എന്തായിരിക്കണം? ആ പ്രൊഡക്റ്റ് ഹൈജീനിക്കലി പ്രൊഡ്യൂസ് ചെയ്ത പാസ്ചറൈസ്ഡ് പ്രൊഡക്റ്റ് ആണെങ്കിൽ. ഇനി പാസ്ചറൈസേഷൻ നടത്തി കഴിഞ്ഞിട്ട് ആ പാസ്ചറൈസ്ഡ് മിൽക്ക് എത്രത്തോളം കംപ്ലീറ്റ്ലി പാസ്ചറൈസ്ഡ് ആയി, അല്ലെങ്കിൽ പാസ്ചറൈസേഷൻ സക്സസ് ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ 3 ടെസ്റ്റുകൾ ചെയ്യും. ഒന്നാമത്തെ ടെസ്റ്റ് എന്താണ്? ഫോസ്ഫറ്റേസ് ടെസ്റ്റ്. രണ്ടാമത്തെ ടെസ്റ്റ് എന്താണ്? SPC ടെസ്റ്റ്. ആൻഡ് മൂന്നാമത്തെ ടെസ്റ്റ് എന്താണ്? കോളിഫോം ടെസ്റ്റ്. ഫോസ്ഫറ്റേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ റോ മിൽക്കിൽ ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് എന്ന് പറഞ്ഞൊരു എൻസൈം ഉണ്ട്. ഈ എൻസൈമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്ചറൈസേഷനോട് അടുക്കുന്ന ഒരു ടെമ്പറേച്ചർ ആൻഡ് ടൈം ഉണ്ടല്ലോ, അതായത് 60°C മുതൽ 30 മിനിറ്റ്. ഇതാണ് നമുക്കറിയാം 63 മുതൽ 66 വരെ °C ആണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ ഹോൾഡർ മെത്തേഡിന് യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 60° ആകുമ്പോഴേക്കും ഒരു 30 മിനിറ്റോളം 60° ടെമ്പറേച്ചറിൽ നമ്മൾ മിൽക്കിന് ഹീറ്റ് ചെയ്യുമ്പോഴേക്കും എന്ത് സംഭവിക്കും? ആൽക്കലൈൻ ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ എൻസ്ട്രീമിന് എന്ത് സംഭവിക്കും? ഡെസ്ട്രോയ് ചെയ്ത് പോകും. അതെന്ത് ചെയ്യും? ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് എന്ത് ചെയ്യും? കംപ്ലീറ്റ്ലി ഡെസ്ട്രോയ് ചെയ്ത് പോകും. അപ്പം ഈ പാസ്ചറൈസ് ചെയ്ത മിൽക്ക് എടുത്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യും. അതിൽ നമുക്ക് എന്തിൻ്റെ പ്രസൻസ് കാണാണ്? ആൽക്കലൈൻ ഫോസ്ഫേറ്റേസിൻ്റെ പ്രസൻസ് കാണുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അവിടെ ഇന്നഡിക്വേറ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സിംഗ് ആണ് നടന്നിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. എന്താണ്? ഇന്നഡിക്വേറ്റ് ആയിട്ടുള്ള പ്രോസസ്സിംഗ് ആണ്. പാസ്ചറൈസേഷൻ അവിടെ എന്താണ്? കംപ്ലീറ്റ് അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. എന്തിൻ്റെ പ്രസൻസ് കാണുമ്പം? ആൽക്കലൈൻ ഫോസ്ഫേറ്റേസിൻ്റെ പ്രസൻസ് കാണുമ്പം. ഇനി നെക്സ്റ്റ് ടെസ്റ്റാണ് എന്ത്? SPC അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പ്ലേറ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താ?
ഇത് ബാക്ടീരിയോളജിക്കൽ ക്വാളിറ്റീനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. എന്താണ്? പാസ്ചറൈസ്ഡ് മിൽക്കിൽ അടങ്ങിയിട്ടുള്ള ബാക്ടീരിയോളജിക്കൽ ക്വാളിറ്റീനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? SPC യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പ്ലേറ്റ് കൗണ്ട് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഒരു സ്മോൾ എമൗണ്ട് ഓഫ് മിൽക്ക് നമ്മൾ എന്ത് ചെയ്യും? ന്യൂട്രിയൻ പ്ലേറ്റിലേക്ക് സ്പ്രെഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിലുള്ള നമ്പർ ഓഫ് ബാക്ടീരിയനെ നമ്മൾ എന്ത് ചെയ്യും? കൗണ്ട് ചെയ്യും. അപ്പം നമുക്കതിൽ കാണാൻ പറ്റും എത്രത്തോളം ലിവിങ് ബാക്ടീരിയ ഉണ്ട് 1 ml ഓഫ് മിൽക്കിൽ നിന്ന്. 1 ml ഓഫ് മിൽക്കിൽ എത്രത്തോളം ലിവിങ് ബാക്ടീരിയ പ്രസൻ്റ് ആണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. മാക്സിമം ഒരു 30,000 ബാക്ടീരിയ പെർ ml ഒക്കെ മിക്ക കൺട്രീസിലും അലോയിങ് ആണ്. പക്ഷെ എന്താണ്, കുറേ ഹൈ ആയിട്ടുള്ള SPC കൗണ്ട് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ മിൽക്ക് കണ്ടാമിനേറ്റഡ് ആണ്, അല്ലെങ്കിൽ പുവർ ക്വാളിറ്റി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ലാസ്റ്റത്തെയാണ് കോളിഫോം കൗണ്ട് എന്ന് പറയുന്നത്. ഈ കോളിഫോം എന്ന് പറയുന്നൊരു ബാക്ടീരിയയാണ്. നമ്മൾ നേരത്തെ ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് പറഞ്ഞ പോലെ തന്നെ പാസ്ചറൈസേഷൻ ചെയ്യുമ്പം എന്ത് സംഭവിക്കും? ഈ കോളിഫോം ബാക്ടീരിയാസ് ഡെസ്ട്രോയ് ചെയ്ത് പോകും. പക്ഷേ ഇവരുടെ പ്രസൻസ് പാസ്ചറൈസ്ഡ് മിൽക്കിൽ ഉണ്ടായിരിക്കും. എങ്ങനെയാണ്? കണ്ടാമിനേഷൻ സംഭവിക്കും. പാസ്ചറൈസേഷൻ കഴിഞ്ഞതിന് ശേഷം മിൽക്കിന് എന്തെങ്കിലും കണ്ടാമിനേഷൻ വരികയാണെങ്കിൽ, എന്തെങ്കിലും കണ്ടാമിനേറ്റഡ് ആവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ കോളിഫോം ബാക്ടീരിയയുടെ പ്രസൻസ് പിന്നെയും വരാനുള്ള ചാൻസസ് ഉണ്ട്. 1 ml ഓഫ് പാസ്ചറൈസ്ഡ് മിൽക്കിൽ എന്തായിരിക്കും? കോളിഫോം ബാക്ടീരിയാസ് ആബ്സെൻ്റ് ആയിരിക്കണം. പക്ഷേ ആബ്സെൻ്റ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇപ്പം കോളിഫോം ബാക്ടീരിയ ആബ്സെൻ്റ് അല്ല, അത് കോളിഫോം ടെസ്റ്റ് പോസിറ്റീവായി നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ ഡയറി എക്യുപ്മെൻറ്റ് ഹൈജീനിക് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താണ്? പാസ്ചറൈസ്ഡ് മിൽക്ക് പിന്നെയും കണ്ടാമിനേറ്റഡ് ആയതുകൊണ്ടാണ് എന്തിൻ്റെ പ്രസൻസ് വന്നത്? കോളിഫോം ബാക്ടീരിയയുടെ പ്രസൻസ് വന്നത്. അപ്പം നമുക്ക് പറയാൻ പറ്റും അവിടെ ഒരു പുവർ ഹൈജീനിക് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിൽ വരുന്നത്.